നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ അല്പം മുമ്പ് അവസാനിച്ച ക്ലാസിക്കോ പോരാട്ടത്തിൽ നെയ്മർ ജൂനിയറുടെ സാന്റോസിന് തോൽവി. കൊറിന്ത്യൻസ് 2-1 അവരെ തോൽപ്പിച്ചിരിക്കുന്നത്. യൂറി ആൽബർട്ടോയുടെ ഇരട്ട ഗോളുകളാണ് കൊറിന്ത്യൻസിന് വിജയം സമ്മാനിച്ചത്. സാന്റോസിൻ്റെ ഗോൾ ഗുയർമയുടെ വകയായിരുന്നു. കളിയിൽ നെയ്മർ ജൂനിയർ മുന്നേറ്റങ്ങൾ മെനയാൻ വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഇരുഭാഗത്ത് മുന്നേറ്റങ്ങൾ നയിക്കാൻ ടിക്കിഞ്ഞോയും അതുപോലെ ചാസിയാനോയെയും ഒരുമിച്ചിറക്കിക്കൊണ്ടാണ് സാന്റോസ് കളിക്കാൻ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് യൂറി ആൽബർട്ടോയും മെംഫിസ് ഡിപ്പായും ചേർന്നുകൊണ്ടാണ് കൊറിന്ത്യൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതിയിൽ 17ാമത്തെ മിനിറ്റിൽ യൂറി ആൽബർട്ടോയിലൂടെ കൊറിന്ത്യൻസ് ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് യൂറി ആൽബർട്ടോ അവരുടെ ലീഡ് ഇരട്ടിയാക്കുകയും ചെയ്തു. നെയ്മർ മോശമല്ലാത്ത പ്രകടനം തന്നെ നടത്തി തൻ്റെ സ്കില്ലും മറ്റുമൊക്കെ അദ്ദേഹം പുറത്തെടുക്കുന്നത് കാണാമായിരുന്നു. എതിരാളികൾ അനായാസം അദ്ദേഹം മറികടന്ന് പോകുന്ന കാഴ്ചയും കണ്ടു. പക്ഷേ തൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് സഹതാരങ്ങൾ വരാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ അദ്ദേഹം കളിക്കളത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. കളിയുടെ ഒരു 70 മിനിറ്റ് ആകുമ്പോഴേക്കും നെയ്മർ ജൂനിയർ പിൻവലിക്കുകയും ചെയ്തു. 79ാമത്തെ മിനിറ്റിൽ ഗുയർമയിലൂടെ ഒരു ഗോൾ സാന്റോസ് മടക്കിയെങ്കിലും കളി ഒടുവിൽ അവർ പരാജയപ്പെട്ടു. 2-1 തോൽവി. ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഗ്രൂപ്പ് ബിയിൽ സാന്റോസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. 9 കളികളിൽ നിന്ന് 9 പോയിൻ്റാണ് ഇപ്പോൾ സാന്റോസിന്. അവർ നിലവിലുള്ളത് 3ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.